what is up guys? Welcome back to another episode of Gamer Exploits. Guys, ഇന്ന് ഞാൻ ഈ രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? ഞാൻ ഇന്ന് നമ്മുടെ നവൻ വൈറ്റിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അതെ, നവൻ വൈറ്റി ബ്രോയിൻ്റെ വീട്ടിലോട്ട് പോവാ. ബ്രോ അവിടെ കാണില്ല, സ്റ്റാൻഡിനും കൊണ്ട് എങ്ങോട്ടോ പോയെന്ന്, ഓഫ് റോഡിങ് തന്നെ എങ്ങോട്ടോ പോയെന്ന് പറഞ്ഞ്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം സ്ഥലമൊക്കെ എങ്ങനെയാണ്. നമ്മുടെ വീട് പിന്നെ നിങ്ങൾക്ക് കുറേ വട്ടം കണ്ടിട്ടുള്ളതായിരിക്കും. ഞാൻ സ്ഥലവും കുറേ വട്ടം പറയാറുള്ളത്. നമ്മൾ സോളോയിലെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇച്ചിരി കയറി ചെല്ലുമ്പോൾ എൻ്റെ വീട് കാണാം. ഇവിടെ എപ്പോഴും വണ്ടികൾ കാണണമെന്ന് പറയണ്ട, ഇവിടെ മിക്കപ്പോഴും വണ്ടികൾ കാണും. ഇപ്പം തന്നെ അറിയാമായിരിക്കും ഞാൻ ഒരു പോർഷ് മേടിച്ച് അത് വിറ്റത്. അവിടെ എൻ്റെ കൂട്ടുകാരന്മാരുടെ വീടുണ്ട്, അവന്മാരെൻ്റെ വണ്ടി എല്ലാ വട്ടം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇന്നെങ്കിലും അവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ ഈ വണ്ടി എടുത്ത്, എൻ്റെ വണ്ടി അവന്മാരെടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു ജീപ്പ് റുബിക്കോൺ ഓഫ് റോഡ് വണ്ടി കൊണ്ട് നമ്മൾ നവൻ ബ്രോയിൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ദൂരമുണ്ട്. നമുക്ക് ആദ്യം സോളോയിൽ നിന്ന് വോണോഗിരി എത്തണം, അവിടെ നിന്ന് മലാങ്ങിലോട്ട് പോകണം. അവിടെ ആ ബ്രോയിൻ്റെ വീട്. അപ്പം മലാങ് എത്തിയിട്ട് സ്ഥലം തപ്പിയെടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. റൂട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം. നിങ്ങൾക്കിനി റൂട്ട് തരുമോ ചോദിക്കണ്ട, ഞാൻ റൂട്ട് അങ്ങോട്ട് പോകേണ്ട വരെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു. ഇവിടെ എന്ത് ഈ ട്രക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്നു, വളച്ചു വിടും. ഓക്കെ, അപ്പോൾ നമ്മളുടെ വണ്ടി ഞാൻ കളറൊന്നും അടിച്ചിട്ടില്ല, ഫുൾ വൈറ്റ് ആണ്. സ്നോർക്കലൊക്കെ ഉണ്ട്. ഇവിടെ ഫ്ലഡ് ഒന്നും വന്നില്ല, അതേ പറഞ്ഞു തീർന്നില്ല ഗൈസ്. അപ്പം അവിടെയൊക്കെ ഫ്ലഡ് കയറി ചെറുതായിട്ട്, ഇപ്പം കുറഞ്ഞ്. ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു ഫ്ലഡൊന്നും കയറിയില്ല, ഫ്ലഡ് കയറി. അപ്പം നമ്മൾ സുക്കോ ഹർജോ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് നേരെ പോയാൽ മതി. ഇപ്പം ഇനി അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വളവുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ കുറേ നേരം കൊണ്ട് കാണും അത് റോട്ടിലൊക്കെ ഇങ്ങനെ കൊടിയൊക്കെ ഇടുന്ന, എന്തിൻ്റെ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ 2 വർഷമായിട്ടേ ഉള്ളൂ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലോട്ട് വന്നിട്ട്. പണ്ടൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചുറ്റിക്കറങ്ങി പോകായിരുന്നു. ഇപ്പം ഞാൻ പേഴ്സണലി ബസ് സിമുലേറ്ററും കാർ പാർക്കിങ്ങും മൈൻക്രാഫ്റ്റും ഒക്കെ കളിക്കും. പറ്റേത് പണ്ട് നമ്മളങ്ങനെ അല്ല, പണ്ട് നമ്മൾ എല്ലാ ഗെയിമും കളിക്കുമായിരുന്നു. അപ്പം പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ഗെയിംസ്. ഞാൻ രണ്ടാമതൊരു ചാനൽ ഇറക്കുന്നുണ്ട്, എന്തായാലും വരും. അപ്പോൾ സ്റ്റേ ട്യൂണ്. ചാനൽ നെയിമൊക്കെ ഞാൻ ഈ ചാനൽ നെയിം തന്നെ കൊടുത്തത്, പക്ഷേ ലാസ്റ്റ് 2.0 എന്നുണ്ട്. അയ്യോ ഇടിക്കല്ലേ, ഒന്നും ഇടിച്ചിട്ടില്ല ബാഗ്. ഈ വണ്ടീൻ്റെ ഒരു എന്നോ ഉയരുവോ, ഞാൻ ഇപ്പോൾ കാണുന്ന ഒരു എന്തുവോ ആ പെട്ടി പിക്കപ്പ് ഉണ്ട് ആ ബോക്സിലുള്ള, അതിൻ്റെ അത്ര സൈസ് ഉണ്ട് ഈ കാറ്. സസ്പെൻഷനൊക്കെ കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ട് ബസ്സിൻ്റെ പകുതി വരെ ഉണ്ട്. നിങ്ങളുടെ 2 എണ്ണത്തിനും പുറകിൽ പോകും. ഹോൺ അടിച്ച് നോക്കാം. ഒരു ഹോൺ അടിച്ചിട്ട് മാറി തരുന്നുണ്ടല്ലോ. നമുക്ക് ആ ഇടയിൽ കൂടെ അങ്ങ് കയറിപ്പോവാം. എന്നാൽ 2 സൈഡും തരത്തില്ല, പിന്നെ നമ്മൾ തന്നെ എടുക്കാം. അപ്പോൾ ഇവിടെ പാലം എത്തി. പാലം അവിടെ ഫുള്ള് വെള്ളം കയറിയിരിക്കും, നദി. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാതിരിക്കുന്ന ബെസ്റ്റ്. അപ്പോൾ എന്തോ നല്ല ലാഗ് അടിക്കുന്നുണ്ട് ചെറുതായിട്ട്, കാണാമായിരിക്കും ഞാൻ ഇങ്ങനെ ക്യാമറ മാറ്റുമ്പോൾ. അയ്യോ ബ്രേക്ക്. ഒരു മെസ്സേജ് വന്നപ്പോൾ ഇത്ര ആഡ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ സെൽമഡാവോ ഗൈസ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ് എത്തി. നമ്മളിപ്പോൾ വോണോഗിരിയായി. വോണോഗിരിയിൽ നിന്ന് മലാങ്ങിലോട്ടാണ്. അപ്പോൾ നമ്മൾ അടുത്തെത്താറായി. ഇവിടെ ഏതെങ്കിലും ഒരു ഹോട്ടൽ കിട്ടുവാണെങ്കിൽ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ടേ നമുക്കതൊന്ന് താമസിക്കാം. ഇത് ഹോട്ടലാണോ അത് ബസ് സ്റ്റാൻഡാണോ? ഇത് ബസ് സ്റ്റാൻഡാണ് തോന്നുന്നു കണ്ടിട്ട്, ഹോട്ടൽ പോലെ എന്തോ അല്ല. നമുക്കിവിടുന്ന് ബസ് സ്റ്റാൻഡിലോട്ടാണോ കയറേണ്ടത്? ഞാൻ ഇതുവരെ കയറാം നമുക്ക് വണ്ടിക്ക് പറ്റും.
പക്ഷെ വളയ്ക്കാൻ ഇച്ചിരി പാടേ ഈ വണ്ടി. നമ്മുടെ മറ്റേ KSRTC ഇല്ലേ, ഞാൻ മറ്റേ ഒരു വീഡിയോ ഇട്ടേ ഷോർട്ടിൽ, ആ ഒരു KSRTC വരും, അത് ഒട്ടും വളയ്ക്കാൻ പറ്റൂല. പിന്നെ ഇച്ചിരിയെങ്കിലും വളച്ച് കിട്ടും. മറ്റേ KSRTC അങ്ങനെയല്ല, അതൊട്ടും കിട്ടൂല, പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് എങ്ങോട്ടാണ് ഇനി? ഇതുവരി ഇങ്ങോട്ട് കയറുന്ന തന്നെ അതിനാ സ്ട്രെയിറ്റ് റോഡ് പോയാൽ പോരെ. ചേട്ടാ ഞാൻ ഈ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഈ ഗൂഗിൾ മാപ്സിൻ്റെ ഒരു കാര്യം. ഓക്കെ, ഇവിടെ നിന്ന് കണ്ട സൈനെല്ലാം എടുത്ത് പൊട്ടിക്കുക. ഇവിടെ നിന്ന് എന്തോ കാണുന്നു. ഇവിടെ എന്നാ അതിനാ? ഗൈസ് ഇപ്പോൾ വരാം. ഗൈസ് അല്ലേ വേണ്ട, ഇവിടെ എന്തോ സംഭവം നോക്കട്ടെ. ഇവിടെ കൊണ്ടുവരുന്ന തന്നെ അതിനാന്ന് എനിക്ക് പോലും മനസ്സിലായില്ലേ. നമുക്കെന്തായാലും പോയി നോക്കാം ഇവിടെ എന്തോ സംഭവം. ഓക്കെ ഗൈസ്, അത് ഇവിടം വരെ എത്തിയതിനുള്ള ഫസ്റ്റ് ചെക്ക് പോയിൻറ്റിൻ്റെ സംഭവം വെറുതെ കയറ്റി. അപ്പോൾ ഇവിടെ ഹോട്ടലൊന്നും ഇല്ല. ഞാൻ ഒരു ഹോട്ടൽ എത്തിയിട്ട് വരാം. അല്ല വേണ്ട, ഇച്ചിരി ഇനി തിരിച്ചു പോകണോ? ഷെടേ വന്നവർ ഫുള്ള് തിരിച്ചു പോകണോ? മിക്ക ഗൈസ് ഇവിടെ ഒരു ഹോട്ടലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അവിടെ നിന്ന് എത്തട്ടെ, അവിടെ എത്തിയിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഹോട്ടലൊന്നും എത്തിയില്ല. ഞാൻ ഇപ്പോൾ ഈ ഒരു സീനറി കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും ഹോട്ടലെത്താൻ കുറച്ച് ദൂരമാകും. ഇവിടെ അടുത്ത് ഏതായാലും ഒരു ഇതുണ്ടെങ്കിൽ, ഇവിടെ അടുത്തൊരു ഹോട്ടലും ഇല്ല. നമുക്കേ അതൊരു ഹോട്ടലാണ് തോന്നുന്നത്. പക്ഷെ അങ്ങോട്ട് കയറുന്ന എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ എങ്ങാണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട്. അതെ, ഇവിടെ ഈ കാണുന്ന വെള്ള വീട്. ഇവിടെ താമസിക്കാൻ പറ്റില്ല, അവനിപ്പോൾ ഈ നീലയിലാണ് താമസിക്കുന്നത് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ നിർത്തിയേക്കുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ വരും. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ താമസിച്ചിട്ട് വരാം. ഇപ്പം നമുക്ക് നാളെ പോകാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.